നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ മന്ത്രിമാരൊക്കെ താമസിക്കുന്ന തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലുള്ള നെസ്റ്റ് എന്ന് പറയുന്ന വീടാണ്. ഈ വീട്ടിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ചന്ദ്രശേഖരൻ നായർ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു അത്. അപ്പോൾ ഈ വീടായിട്ട് അന്ന് തൊട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ ഇന്നിവിടെ താമസിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഒക്കെ ചുമതല വഹിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയൊരു മിഷൻ, ശുചിത്വ മിഷൻ്റെ പ്രവർത്തനങ്ങൾ വഴി കേരളത്തെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുതൽ ആത്മമിത്രങ്ങളും സഖാക്കളുമൊക്കെ ആയിട്ടൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള MP രാജേഷാണ്. അദ്ദേഹം സ്പീക്കറായിരുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹം MP ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായി ആ പ്രവർത്തന പരിചയം കൊണ്ടൊക്കെ പിന്നീട് MLA ആയി, മന്ത്രിയായി, സ്പീക്കറായി ഒക്കെ വന്നിട്ടുള്ള രാജേഷിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. രാജേഷിൻ്റെ 9 നമ്പർ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. നമസ്കാരം രാജേഷേ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഓണത്തിൻ്റെ നമുക്ക് ഇങ്ങനെ ഈ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങി. ബാലഗോപാൽ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്, തൊട്ട് ഇപ്പുറത്ത് രാജീവ് താമസിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരേ കാലത്ത്, ഏറെക്കുറെ ഒരേ കാലത്ത്. ഇവർ കുറച്ച് സീനിയറാണ്. അതെ, ബാലഗോപാൽ, രാജീവ്, സുനിലൊക്കെ കുറച്ച് സീനിയറായ ആൾക്കാരാണ്. ഞാനും രാജനും ഒക്കെ ഒരു ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചാണ് രാജേഷ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബാലഗോപാലും ഞാനും അതുപോലെ രാജീവ് ഞങ്ങൾ ഒരുമിച്ച് ഭാരവാഹികളായിരുന്നു. പിന്നെ അന്ന് CH ആഷിഖ്, ഞാൻ DYFI ആയിരിക്കുമ്പോൾ രാമകൃഷ്ണനും പ്രദീപായിരുന്നു. ഞാൻ IVF രാമകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അന്നും പിന്നെ അന്നത്തെ ഒരു രസം എന്താ വെച്ചാലേ, അന്ന് സംയുക്ത വിദ്യാർത്ഥി സമരം എന്ന് പറയുന്ന വലിയ പരിപാടി ഉണ്ടല്ലോ. എല്ലാ കൊല്ലം ഭയങ്കര ബഹളവും ഭയങ്കര സമരവും ഒക്കെ നടന്ന സമരപരിതമായൊരു കാലമാണ്. അല്ല, ഏറ്റവും രസം എന്താ പറയുക, ഞാൻ ജില്ലാ ഭാരവാഹിയാണ്. അന്ന് രാജേഷ് അന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി സമയത്ത് ഈ നമ്മുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ അന്ന് ഞാൻ ജില്ലാ സെക്രട്ടറി. അത് ഞാൻ പറഞ്ഞു. അന്ന് ഈ ഞാൻ ബാലഗോപാലിൻ്റെ നിരാഹാരം കിടക്കുമ്പോഴാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാവുന്നത്. സമരപ്പന്തലിൽ കയറി അടിച്ചു. ഭയങ്കര ഭീകരമായ ലാത്തിചാർജും ഗ്രനേഡ് എറിഞ്ഞു പന്തലിനകത്തേക്ക്. അന്ന് കേരളം മുഴുവൻ വലിയ പ്രതിഷേധം. അതെ. അപ്പം അന്ന് ഞങ്ങൾ നിരാഹാര സമരം 9ാമത്തെ ദിവസത്തിലേക്ക് എത്തിയ ദിവസമാണ് ഈ വെടിവെപ്പ് ഉണ്ടാവുന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് അന്ന് മൊബൈൽ ഫോണില്ലല്ലോ. അന്ന് വെടിവെപ്പുണ്ടായ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. കാരണം പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഗീനാകുമാരിനൊക്കെ ഭീകരമായി. അപ്പോൾ ഗീനാകുമാരി അന്ന് സമരപ്പന്തലിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. അപ്പം ഞാൻ ബാലനും 9ാമത്തെ ദിവസമാണ്. ബാലഗോപാലിൻ്റെ ഇപ്പം നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ഇതുണ്ടല്ലോ, ഇവിടെ പഴയ മോൻസ് ഉണ്ട്, പ്രേംസുധ. അപ്പോൾ ഞങ്ങളെല്ലാവരും നിരാഹാരം കിടക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ EMS ഒക്കെയാണ് അന്ന്. EMS, PKV, വെളിയം ഭാർഗവൻ, പിന്നെ VS അച്യുതാനന്ദൻ, നായനാർ, ഇവരൊക്കെ അന്ന് സമരപ്പന്തലിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സമരപ്പന്തൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ് അന്നത്തെ സമയത്ത്. അന്ന് ഈ വെടിവെപ്പുണ്ടാവുന്ന ദിവസം ഗീനകുമാരി വന്നിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് സമരത്തിന്, അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോവാണ്. G ശശി മരിച്ചു, ഞങ്ങളുടെ ISFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന. അപ്പോൾ ഞങ്ങളന്ന് സത്യം പറഞ്ഞാൽ സമാധാനപരമായ സമരമാണെന്ന്. പക്ഷെ പോലീസിൻ്റെ ധാരണ ഞങ്ങൾ ഈ വെടിവെപ്പുള്ളത് അറിഞ്ഞിട്ടാണ് വരുന്നത് വിചാരിച്ചിട്ട് പോലീസ് ചെന്ന ഉടനെ തന്നെ ഒരു പ്രകോപനമില്ലാതെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു. മർദ്ദനം എന്ന് പറഞ്ഞാൽ ഗിനകുമാരി തല തല്ലിപ്പൊളിച്ച്. ഞാൻ ആ പടം ഇവിടെ ജോർജ് എന്തൊരു പേരിലൊരു പോലീസുകാരനാണ്, അതൊക്കെ അതറിയില്ലേ. ജോർജ് ഇപ്പോൾ റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം. റിട്ടയർ ചെയ്തിട്ട് ഗീനാകുമാരിയെ കാണാനും ക്ഷമ പറയാനുമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കണ്ട ക്ഷമയൊക്കെ പറഞ്ഞു. അതെ. അന്ന് എന്താ വെച്ചാൽ ഈ ജോർജ് എന്ന് പറയുന്ന പോലീസുകാരൻ ഗീനയെ തല്ലുന്ന പടം മനോരമ മാതൃഭൂമിയിൽ 4-5 സ്നാപ്പുകൾ അവരെടുത്തെടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഇയാളെ
വാണ്ടഡ് എന്ന് പറഞ്ഞ രീതിയിൽ അന്ന് വിദ്യാർത്ഥി സമൂഹം മൊത്തത്തിൽ അയാളെ അന്ന് ഞങ്ങൾ ജോർജിനെ കുറിച്ച് തിരഞ്ഞു നടന്നിട്ടുണ്ട്. അതായത് പാലക്കാടായിരുന്നു ജോർജ്. പാലക്കാട് ക്യാമ്പിലായിരുന്നു ജോർജ് എന്നിട്ടായിരുന്നു. അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഗീനാകുമാരി തല്ലി, പിന്നെ ശശിക്കൊന്നും ഭീകരമായിട്ടുള്ള മർദ്ദനം, ശശിക്ക് വലിയ മർദ്ദനം, ജി ശശി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ ഇവിടെ വെടിവെപ്പ് നടന്നു എന്നുള്ളത്. അപ്പോൾ ബാലഗോപാൽ ഞാനും, അപ്പോൾ നിരാഹാരപ്പന്തലിൻ്റെ വടക്കേറ്റത്ത് ബാലഗോപാൽ കിടക്കുന്നത്, തൊട്ടടുത്ത് ഞാൻ കിടക്കുന്നുണ്ട്. അത് ബാലിനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന രസമായിരിക്കും. അപ്പോൾ അന്ന് രാത്രി വൈകുന്നേരം ആയപ്പോഴേക്കും ജനസഹസ്രം ഈ സമരപ്പന്തലിൻ്റെ മുമ്പിൽ വന്നു ഈ വെടിവെപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള. അപ്പോൾ കണിയാപുരം രാമേന്ദ്രനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രസംഗമാണ്. അപ്പോൾ കണിയാപുരം രാമേന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അക്രമാസക്തരായി. അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ടല്ലോ, അന്ന് ഈ സഹകരണ മന്ത്രി എം പി രാഘവനാണല്ലോ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ നേരെ അന്ന് ഭയങ്കരമായിട്ട് ആക്രമണം ഉണ്ടായി. അന്ന് ശിവൻകുട്ടിയേട്ടൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന്. ശിവൻകുട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അതിലൊരു താരമായിട്ടന്ന് നിന്നിരുന്നത്. അപ്പോൾ അന്ന് പോലീസ് അന്ന് ഞങ്ങളെന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നിരാഹാരപ്പന്തലിൽ എടുക്കുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് ആയിട്ട് പരസ്പരം ഏറ്റുമുട്ടലായി. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോലീസ് വെടിവെക്കാൻ സന്നാഹമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് വെടിവെക്കുന്നതിന് മുമ്പ് പോലീസ് ആദ്യം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പോൾ പോലീസും ഞങ്ങളും തമ്മിൽ ഇങ്ങനെ രണ്ട് ഗ്യാപ്പ്, ഞങ്ങളിവിടെ കിടക്കുന്നു, സാക്കൾ ഇവിടെ നിന്ന് കല്ലേറും ബഹളമായിട്ടാണ്. അപ്പോൾ പോലീസ് ആദ്യം അനൗൺസ് ചെയ്തു, ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ജനക്കൂട്ടമാണ്, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന ബാനർ പൊന്തിച്ചു. ബാനർ പൊന്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്യൂഗിൾ വിളിക്കും പോലീസ്, വെടിവെപ്പിന് മുമ്പുള്ളവർ. ആ ബ്യൂഗിൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത്രയും ഒരു പ്രത്യേകതയുള്ള, അതായത് നമ്മുടെ മനസ്സിനെ പ്രത്യേക രീതിയിൽ അലട്ടുന്നൊരു മ്യൂസിക്കാണ്. ആ ബ്യൂഗിൾ മ്യൂസിക് വിളിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വെടിവെപ്പാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് വെടിവെപ്പ് നടക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ബാലിനോട് പറഞ്ഞു, ബാല എന്തായാലും വെടിവെപ്പ് ഉറപ്പാണ്, നമ്മൾ പന്തലിലേക്കൊക്കെ വെടിവെപ്പ് വരും, ഇവിടെ എടുക്കന്നെന്ന് പറഞ്ഞു. ആ നേരത്ത് എനിക്ക് അന്ന് നമ്മുടെ കെ പങ്കജാക്ഷൻ, അനിരുദ്ധൻ, സി ദിവാകരൻ, പിന്നെ നമ്മുടെ എം വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, അങ്ങനെ കോയിലിക്കോട് കൃഷ്ണൻ നായർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അന്ന് അവിടെ ഈ സംഭവ സ്ഥലത്തുണ്ട്. അന്ന് ഈ പങ്കജാക്ഷനും അനിരുദ്ധനും നേരെ അങ്ങോട്ട് ചെന്നു, ഞങ്ങളെ വെടിവെക്കടാ എന്ന് പറഞ്ഞിട്ട് പോലീസ് നിർത്തി. മുകുന്ദൻ എന്ന് പറയുന്ന ഒരു കമ്മീഷണർ, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഒരു മീശ വെച്ചിട്ട്. പക്ഷെ അയാൾ വളരെ നല്ല മനുഷ്യനായിരുന്നു. അയാൾ ഉടനെ തന്നെ പോലീസിനെ നിർത്തി അവരവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. വെടിവെപ്പ് ഉറപ്പായല്ലോ. ഈ നേതാക്കന്മാർ ഒറ്റ ഇടപെടലാണെന്ന് സത്യത്തിൽ അന്ന് വെടിവെപ്പിൽ നിന്നും സെക്രട്ടേറിയറ്റിനെ രക്ഷിച്ചെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പോഴാണ് ശിവൻകുട്ടിയുടെ വിഖ്യാതമായ ഇടപെടൽ. ശിവൻകുട്ടിയായിട്ട് എണീറ്റ് നിന്നിട്ട് അവിടെ ഒരു പ്രസംഗം കസൽ സാഗിലൂടെ ആവേശം വരുന്ന ഒരു പ്രസംഗം നടത്തി, എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന ശിവൻകുട്ടിയുടെ ആഹ്വാനം കേട്ടിട്ടാണ് എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഉണ്ടായിട്ടുള്ള പോലൊരു പ്രതിഷേധം എനിക്ക് തോന്നുന്നത് പിന്നീട് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് അന്നത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കുന്നുണ്ടായ ആ സംഭവം എന്ന് പറഞ്ഞാൽ, അന്നത്തെ നമ്മുടെ ഇടതുപക്ഷ നേതാക്കന്മാർ, അന്ന് LDFൻ്റെ ലീഡേഴ്സ് മുഴുവനും സമരപ്പന്തലുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EMSഉം പിന്നെ PKVയും വെളിയം ഭാർഗവൻ, അന്ന് തുടങ്ങിയിട്ടുള്ള സകല നേതാക്കന്മാരും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സമരപ്പന്തലിൽ വരും എന്ന് മാത്രമല്ല, സമരപ്പന്തൽ ഇത് ബാലിൻ്റെ ഇതാണ്. അപ്പോൾ ബാലഗോപാലിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ദിവസം, അപ്പോൾ സത്യത്തിൽ ഞങ്ങളന്ന് ആദ്യം പ്ലാൻ ചെയ്ത്, അത് ഞങ്ങളുടെ അടുത്ത് നേതൃത്വത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ദിവസം നിങ്ങൾ നിരാഹാരം അവസാനിക്കുക, അടുത്ത ബാച്ച് കയറുന്ന, അത് 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ബാലഗോപാലിനോട് പറഞ്ഞു, ബാലഗോപാലൻ ഞാനിവിടെ തീരുമാനിച്ചു, എന്തായാലും നമ്മൾ ഇരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 14ാമത്തെ ദിവസം രാത്രിയാണ് ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത്. കാരണം അതിനുശേഷം പണ്ട് കൊല്ലത്ത് ഞാൻ നിരാഹാരം കിടന്നല്ലോ.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ 14 എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം, റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ അന്ന് 10ാമത്തെ ദിവസം സമരം തീർന്നു. 10ാമത്തെ ദിവസം തീർന്നു. അന്നൊക്കെ നല്ല ചെറുപ്പമായതുകൊണ്ട് നല്ല ആരോഗ്യമായതുകൊണ്ടും ഒരു പ്രശ്നമില്ല. നിരാഹാരത്തിന് ഞാൻ ഒരു സുനിലിൻ്റെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ SFIയുടെ കാലത്ത് 2 തവണ നിരാഹാരം കിടന്നിട്ടുണ്ട്. ഒന്നൊരു 6 ദിവസം, പിന്നെ 10 ദിവസം കൊല്ലത്ത്. അന്ന് നമുക്ക് കഠിനമായ വിശപ്പായിരിക്കും. സാധാരണ എല്ലാവരും പറയും ഒരു ദിവസം കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല എന്ന്. തെറ്റാണ്. 10 ദിവസവും അതികഠിനമായ വിശപ്പായിരുന്നു എനിക്ക്. ഭക്ഷണം രാത്രി സ്വപ്നം കാണും, സ്വപ്നം കാണും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ. പക്ഷേ ആരോഗ്യത്തിനൊരു കുഴപ്പമുണ്ട്. ഹലോ, നമസ്കാരം ബ്രദർ. കേട്ടോ, ഞാൻ നിങ്ങളുടെ നമ്മുടെ പഴയ നിരാഹാര സമരത്തെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. ഇതൊന്ന് മുഴുവനായിക്കോട്ടെ. 10 ദിവസം നിരാഹാരം കിടന്നിട്ടും ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല, വളരെ ഉഷാറായിരുന്നു നമ്മൾ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ MBA ആയിരിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പാണുള്ളത്, 4 ദിവസം അട്ടപ്പാടി നിരാഹാരം കിടന്നു. വിശപ്പ് എന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് പോയി, പക്ഷെ ഭയങ്കരമായ ക്ഷീണവും അതാണ് പ്രായത്തിന്റെ വ്യത്യാസമാണത്. ഈ നമ്മൾ നിരാഹാരം കിടക്കാൻ പോകുമ്പോൾ ബാല്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വയറൊക്കെ ക്ലീനാക്കി കാലിയാക്കി ഇടും. എന്നിട്ട് തലേ ദിവസം നമ്മൾ കഞ്ഞി മാത്രം കുടിക്കുള്ളൂ. രാവിലെ നിരാഹാരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് കരിക്ക് വെള്ളം മാത്രം കുടിച്ചിട്ട് പോലെ. സാധാരണ ആൾക്കാർ വിചാരിക്കും ഭക്ഷണമൊക്കെ നിറച്ച് കഴിച്ച് നിരാഹാരം കിടക്കാൻ പോകണം. അങ്ങനെയല്ല, ശരിക്കും കുറച്ച് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ 14ാമത്തെ ദിവസമല്ലേ ബാല നമ്മൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ആ റെക്കോർഡ് ഭേദിക്കുമ്പോൾ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാട്ടുകാരനായ ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു സഖാവ് 19 ദിവസം നിരാഹാരം കിടന്നത് വിദ്യാർത്ഥികളുടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എടുത്തത്. നിരാഹാരം കഴിഞ്ഞാലും കുറേ ദിവസത്തേക്ക് ഭക്ഷണം ഇല്ല, കഴിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ 16 കിലോ വെയിറ്റ് കുറഞ്ഞു വന്ന് ആ നിരാഹാരത്തോടുകൂടി. 14 കിലോ എനിക്ക് ഒന്നുകൂടി നിരാഹാരം കിടക്കാനുള്ള സമയം. പക്ഷെ എനിക്ക് ഈ നിരാഹാരം കിടക്കുമ്പോൾ അനുഭവം എന്ന് വെച്ചാലേ 3 ദിവസം കഴിഞ്ഞാലേ ഭയങ്കര വിശപ്പ് കൊണ്ട് 4 ദിവസം വരെ. അന്ന് ഈ ആനന്ദഭവൻ ഹോട്ടലിൽ എനിക്ക് ഓർമ്മയില്ലേ, അവിടെ നിന്ന് ഈ ഭക്ഷണത്തിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കപ്പലണ്ടി വറുത്ത സ്മെല്ല് വരും. രാത്രി സ്വപ്നം കാണുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരിയുണ്ടോ. ഞാൻ അവിടെ കിടന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഭക്ഷണം എന്താണെന്ന് അറിയാം, ഈ പരിപ്പ് കുത്തിക്കാച്ച എന്ന് പറയും തൃശ്ശൂർക്കാർ. അതും നല്ല ഉണക്കമീൻ വറുത്തതും ചുട്ടരച്ച് ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറുണ്ടണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് വലിയ വിഭവം അല്ലായിരുന്നു, കാരണം നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹം. ഞാൻ ഈ കൊല്ലത്ത് നിരാഹാരം കിടക്കുമ്പോഴേ ഈ എല്ലാ ഭക്ഷണവും സ്വപ്നം കാണും. പൊറോട്ടയും സാമ്പാറും കൂടി കഴിക്കുന്നത് വരെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു കോമ്പിനേഷനും അല്ലല്ലോ. പക്ഷേ ഈ ഭക്ഷണത്തോട് നമുക്ക് ഈ നിരാഹാരം കിടക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. നമ്മുടെ ബോഡി നിന്നിങ്ങനെ കൊഴുപ്പ് പോകുമ്പോൾ നമുക്ക് ബോഡി പെയിൻ അനുഭവപ്പെട്ടിരുന്നു. അതാണ് കിഡ്നി തലവേദന വന്നിരുന്നു. ചിലർക്ക് ഛർദിയൊക്കെ ഉണ്ട്. അത് ഒമിറ്റ് ചെയ്യുന്നത് നമ്മൾ ചൂടുവെള്ളം മാത്രമല്ല കുടിക്കുന്നത്. ചൂടുവെള്ളം പിന്നെ ഉപ്പിട്ട വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരാമെന്ന് പറയും. നമുക്കൊന്നും ഉണ്ടായില്ലല്ലേ അന്ന്? വൊമിറ്റിംഗ് ഉണ്ടായില്ല, പക്ഷേ ഒരു 3-4 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടക്കാം. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന SFI സഹാക്കളും ASFൻ്റെ ഒക്കെ ആയിരിക്കുമല്ലോ, അവർ പോയി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഈ കൈയുടെ മണമൊക്കെ അത് 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നം തീരും. 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു മയക്കത്തിലേക്ക് കിടക്കും. പിന്നെ ഈ ഓരോ സമയത്ത് അന്ന് ഭയങ്കരമായ ലാത്തി ചാർജ് ആവും. ഇപ്പം ഇന്ത്യരാജ് ഇപ്പോൾ പാലക്കാട്ട് ആണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്, നമ്മുടെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ അവിടെ വലിയ ലാത്തി ചാർജ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള നിന്നതയ്ക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ആഹ്വാനമാണ്. ഞാൻ പറയാം, മറ്റേ മുഖ്യമന്ത്രിയെ തടയാൻ തീരുമാനിച്ചല്ലോ. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണിയാണ്. അദ്ദേഹത്തെ തടയാൻ തീരുമാനിച്ച ആദ്യത്തെ പരിപാടി പാലക്കാട്ടാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി. ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മളെ പ്രഖ്യാപിച്ചിട്ട് ആദ്യത്തെ പരിപാടിയാണ്, ഒരു കാരണവശാലും അത്രേ ഉള്ളൂ, കരിങ്കൊടി കാണിക്കാം, അങ്ങോട്ട് എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കരിങ്കൊടി കാണിച്ചേ പറ്റൂ. ഇപ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ. പോലീസാണെങ്കിൽ നഗരം മുഴുവൻ അരിച്ച് വെറുക്കാണ്. അപ്പം നമ്മളൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത പ്രിവെൻറ്റീവ് അറസ്റ്റ് തുടങ്ങി. ഈ അറിയപ്പെടുന്ന SFIക്കാരെല്ലാം നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നിട്ട് രാത്രി നമ്മൾ ബൈക്കൊക്കെ കയറി പോയി ഈ സ്ഥലങ്ങൾ മുഴുവൻ അടയാളപ്പെടുത്തി ഒരു മറ്റേ പേപ്പറിലൊരു പ്ലാൻ വരച്ച് സ്ക്വാഡുകൾ, എനിക്കൊന്ന് അന്ന് 10 സ്ക്വാഡ് ഉണ്ടാക്കി. ഓരോ സ്പോട്ടിലും എവിടെ നിന്നും കരിങ്കൊടി കാണിക്കാതെ ഏത് വഴിക്ക് വന്നാലും കരിങ്കൊടി കാണിക്കാൻ
എന്നിട്ട് അത് വിജയകരമായിട്ട് നിറവേറ്റി, വിജയകരമായിട്ട് നമ്മൾ നടപ്പാക്കി. അന്ന് വലിയ ലാത്തി ചാർജ് ഉണ്ടായി. അന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെലിവിഷൻകാർ അപ്പോൾ എടുത്ത ലൈവ് ഇല്ലല്ലോ, മാത്രമല്ല ഇന്ന സ്പോട്ടിലാണ് വേണ്ടതെന്ന് ഇവർ പറഞ്ഞിട്ടല്ലല്ലോ സമരത്തിന്, ആരും അറിയാതെ സമരത്തിന് നമുക്ക് കരികടി കാണിക്കാൻ പറ്റും. ഈ ഏക്കാരനെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ ഈ വലിയ ലാത്തി ചാർജിനൊക്കെ ശേഷം ഒരു ഘട്ടത്തിൽ ശ്രീ കെ കരുണാകരനുള്ളപ്പോഴാണ് നമ്മുടെ നമ്മുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള വരുന്ന ആ സമയത്ത്. ശ്രീ എ കെ ആന്റണി നമ്മുടെ എനിക്കും നമ്മുടെ ആ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പം ഫിലിം ഫെസ്റ്റിവൽ ഇതേപോലെ എല്ലായിടത്തും പ്രിവെൻറ്റീവ് അറസ്റ്റാണ്. നമ്മുടെ സിനിമാ ആസ്വാദകരെ ബാഡ്ജുമായിട്ട് ശരിക്കും ആ പ്രതിനിധികളായിട്ട് പോയി അകത്ത് ചെതറി 10-15 ഡെലിഗേറ്റ്സ് ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന സമയത്ത് അവിടെ അത്ര സ്ക്രീനിങ്ങാണ്, ആകെ ഡെലിഗേറ്റ്സ് മാത്രമല്ല ഉള്ളൂ. അവിടെ കരിക്കൊടി കാണിച്ചിട്ട് പ്രശ്നമായി. അന്ന് പോലീസ് അവരെയൊക്കെ കൈകാര്യം ചെയ്തത് ഇപ്പോൾ അതിൻ്റെ ലൈവായിട്ടില്ലാത്തതുകൊണ്ടാണ്. വളരെ ക്രൂരമായിട്ട് ന്യായം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് ആളുകൾ വലിയ ന്യായം പറയുന്നു, ടെലിവിഷൻകാരൊക്കെ കണ്ണീരൊഴിക്കും. ശരി, അതൊക്കെ അത്രയും വിറക് കമ്പ് വെച്ചിട്ടാണ് പെൺകുട്ടികളെ ആണിയടിച്ച പട്ടിക വെച്ചിട്ട് ആ ചിത്രം ശ്രീ എ കെ ആന്റണി വണ്ടിക്കകത്തിരുന്ന് കാണുന്നത് ഇപ്പുറത്തുനിന്ന് പത്രക്കാർ, ഫോട്ടോഗ്രാഫർമാരെ പ്രധാനമായിട്ടുള്ളൂ, ടി വി ഇല്ല. അതിനകത്ത് എടുക്കുന്ന ഈ വിറക് കമ്പും പട്ടികയും വെച്ച് അടിക്കുന്ന ചിത്രം. ഈ സമരത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഞാനും ബാലഗോപാലും കൂടിയിട്ട് ക്യൂബയിൽ പോയിട്ടുള്ള അറിയോ? വെനിസില പോയില്ലേ നമ്മൾ? ക്യൂബയില് ഞാനും പ്രസാദും അന്ന് ക്യൂബയിൽ പോയിട്ടേ ഞങ്ങൾ ഒരു അലമാർ എന്ന് പറയുന്നൊരു തീരദേശ ഗ്രാമത്തിലാണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ സ്ഥലം, വീടുകളിലാണ് താമസം. അപ്പോൾ ബാലഗോപാൽ ഒരു അഖിലേന്ത്യൻ നേതാക്കന്മാരാണല്ലോ. ഞാനും പ്രസാദും ഒക്കെ, പി ആർ വസന്തൻ, നമ്മുടെ കൊല്ലത്തെ വസന്തൻ. അപ്പോൾ വസന്തനൊക്കെ അവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ ഓരോ വീട്ടിലൊരു ഫാമിലി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വസന്തനൊക്കെ വണ്ടിയിൽ കൊണ്ടുവരാൻ പറയുമ്പോൾ വസന്തൻ ഒരു വലിയ ഫാമിലി, 5-10 കുട്ടികളും, പിന്നെ അവിടുത്തെ ഭാഷ സ്പാനിഷ് ആണല്ലോ, ഭാഷ പ്രശ്നം. ഇംഗ്ലീഷ് അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം നമുക്കറിയുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ അവർക്കും ഇംഗ്ലീഷ് അറിയില്ല, സ്പാനിഷ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഭാഷയല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ പോകുമ്പോഴാണ്. കാരണം അവർ സ്പാനിഷ് മാത്രമേ സംസാരിക്കുള്ളൂ. അവിടെ അലമാറിൽ പോയിട്ട് അവിടെ ഞങ്ങൾ പിന്നെ ഈ ഗ്രാമപ്രദേശത്ത് പറഞ്ഞ ഓരോ വീട്ടുകാരാണല്ലോ നമ്മൾ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ DYFIയുടെ ഒരു കക്ഷി ഉണ്ടായിരുന്നു, സുരേന്ദ്ര എന്ന് പറയുന്ന ഒരുത്തൻ. സുരേന്ദ്രൻ അതല്ല, ആന്ധ്ര സംസ്ഥാന സെക്രട്ടറി, ഒറീസയിൽ ആന്ധ്ര തന്നെ. ഒറീസയിലെ കക്ഷിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുന്ദർ ഇപ്പോൾ ഉണ്ട് ചില NGO സംഘടനകളിലൊക്കെ. അല്ല, അപ്പോൾ അവനെ ഞങ്ങളപ്പോൾ അവിടെ ഈ ക്യൂബയിലെ അവിടെ ഒരു വീട് വലിയൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഞാനും സുരേന്ദ്രയും രാവിലെ ആകുമ്പോൾ എൻ്റെ അടുത്ത് വരും. ഞങ്ങൾ അവിടെ ഇങ്ങനെ കിടന്ന് നടക്കണം ഒരുമിച്ച്, ചെറുപ്പക്കാർ ഞങ്ങൾ നടന്നു കാണാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ ഇൻ്റർപ്രറ്ററൈസ് 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാനാണ് അവിടുത്തെ ലീഡർ, ഇന്ത്യൻ ലീഡർ ഞാനാണ്. അപ്പോൾ 2 ദിവസം ഞങ്ങൾ ഒരുമിച്ച് നടന്നപ്പോഴേ ഈ പെൺകുട്ടികൾ എന്നോടൊന്ന് പറഞ്ഞു, കോമ്രേഡ്സ്, നിങ്ങളിങ്ങനെ 2 ചെറുപ്പക്കാർ ആൺകുട്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ക്ലബിൽ പോകുന്നു, എന്നുവെച്ചാൽ അവിടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ട്, അവിടെ പോവാം, സ്വിമ്മിങ്ങിന് പോകുന്നു, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. നിങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, ഞങ്ങൾക്കറിയാം. ഈ നിങ്ങൾ പൊതുവേ ഇവിടെ ഒരു സംസാരം, നിങ്ങൾ ഗെയ്സാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ചെറുപ്പക്കാരായി കഴിഞ്ഞാൽ അല്ല, ആണും പെണ്ണും കൂടിയാണ് കോമ്പിനേഷൻ, അല്ല ആണും കൂടിയുള്ള കോമ്പിനേഷൻ ഇവിടെ സംശയാസ്പദമാണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ സുരേന്ദ്രനോട് പറഞ്ഞേ, സുരേന്ദ്ര, നാളെ മുതൽ ദയവ് ചെയ്ത് നീ എൻ്റെ കൂടെ വരരുത്, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം സുരേന്ദ്ര പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ കഴിഞ്ഞ ഈ ക്യൂബൻ അനുഭവം എന്ന് പറയുമ്പോഴേ, അപ്പോൾ പോകണോ? അപ്പോൾ എന്ത് പോകണം? അപ്പോൾ 2 മാസം വെച്ച് കൊടുക്കണ്ടേ? 2 മാസം പെൻഷൻ കൊടുത്തു. ഇപ്പം ഇന്നെല്ലാവരും ഓണത്തിനല്ലേ, ഇന്നെല്ലാവരും ഓണത്തിൻ്റെ പെൻഷൻ മേടിച്ച് ബോണസ് കൊടുത്തു, മറ്റുള്ള പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു. നന്നായി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ GSTയുടെ ഓണത്തിൻ്റെ തലേന്നൊക്കെ GST ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിക്കവാറും ആൾക്കാർ ബാലഗോപാൽ മന്ത്രിയായി, പിന്നെ രാജീവ് മന്ത്രിയായി. അല്ല, ആ സമയത്തുണ്ടായിരുന്നതാണ് നമ്മുടെ ജൂനിയറാണ് ജില്ലാ സെക്രട്ടറി. സത്യത്തിൽ കഴിഞ്ഞ ക്യാബിനറ്റിലല്ല എനിക്ക് എല്ലാവരും മറ്റേ സുനിൽ
രാജൻ പ്രസാദ്. കഴിഞ്ഞ ക്യാബിനറ്റിലേ ഞാൻ മാത്രമേ ജൂനിയർ. സത്യത്തിൽ ഈ ക്യാബിനറ്റിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. നമുക്ക് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ നിലയ്ക്ക് ഞങ്ങളെ നിരാഹാരം കിടക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഡ്രസ്സൊക്കെ കൊണ്ടുവരും. എല്ലാ ദിവസവും വന്നിട്ടേ ദിവസം കൂടി പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ വ്യക്തിപരമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു വീട്ടുകാരും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ. അതെ, അന്ന് നമ്മൾ പിന്നെ ഇവരെ ഓഫീസിൽ പോയി ഭക്ഷണം കഴിക്കും. നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ബാലിൽ അങ്ങോട്ട് വരും. പിന്നെ ക്യൂബയിലൊക്കെ പോയിട്ട് കയ്യിൽ 5 പൈസ ഇല്ലാത്തോണ്ട് ക്യൂബയിലല്ല ഈ റഷ്യയിലൊക്കെ പോയി ചായ കുടിക്കില്ലല്ലോ. കാരണം $1 കൊടുക്കണം ഒരു ചായക്ക്. അപ്പൊ അതായത് $1 എന്ന് പറഞ്ഞാൽ അത് 48 രൂപയാണ്. നമ്മൾ ഒരുമിച്ച് പോയപ്പോൾ ഇവിടുന്ന് കുറച്ച് ഈ ക്യൂബൻ സോളിഡാരിറ്റിക്ക് വേണ്ടി കുറച്ച് ടോയ്സ് കുട്ടികളുടെ ഉടുപ്പൊക്കെ തന്നു വിട്ടു. അത് MA ബേബി ഒക്കെയാണ് അതിൻ്റെ ചുമതലക്കാരാണല്ലോ. വലിയ പെട്ടി, ഞങ്ങളുടെ പെട്ടിയൊക്കെ ചെറുതേ ഉള്ളൂ. അവിടെ ചെന്ന് ഈ വലിയ പെട്ടിയൊക്കെ ചുമന്നിട്ട് ഒരു ദിവസം ഓടിച്ചെടുത്ത് 11 നിലയുള്ള ഒരു പഴയ ഒരു ഹോസ്റ്റലിൽ ഇപ്പം അവിടെ സോവിയറ്റ് യൂണിയൻ തകർന്നുകൊണ്ട് ചുമന്ന മേളിൽ കൊണ്ടുവച്ച് അടുത്ത ദിവസം ഇത് ചുമന്ന ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് മാഫിയ പോലുള്ള സെറ്റൊക്കെ വന്ന് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അകത്ത് കൊണ്ട് ഇത് തൂക്കി നോക്കിയപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ $2,000 ഞങ്ങൾ പിന്നെ ഇത് ഒഴിവാക്കണ്ടേ, എയർപോർട്ടിൽ ഒഴിവാക്കാൻ. ഞങ്ങൾ പോയി പുറത്തിരുന്നിട്ട് സിഗരറ്റും ചായയൊക്കെ കുടിക്കുന്നതായിട്ടൊക്കെ കാണിച്ച് ഒരു സ്ഥലത്തിരുന്ന് കുറേ നേരം ഇരുന്ന് നമ്മുടെ ഒരു 3-4 പേര്. അപ്പോൾ വലിയ 2-3 പെട്ടി മാറ്റി വെച്ചേക്കാം. അതൊരു 10-50 കിലോ ഉണ്ട്. കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കുറേ അങ്ങ് നടന്നു നോക്കി. അപ്പോൾ ആരും കാണുന്നില്ല. അതൊക്കെ അകത്ത് കയറി. അങ്ങനെ ആ 2-3 വലിയ ബേബി സാഹിബ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇന്നാണെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. ഉപേക്ഷിക്കപ്പെട്ട വലിയ പ്രശ്നമാണ്. $2,000 തുല്യമായ തുക ഇല്ല. മോസ്കോ എയർപോർട്ട് എന്ന് പറഞ്ഞാലേ ഇത്രയും അരാജകത്തുള്ള ഒരു സ്ഥലം. സോവിയറ്റ് യൂണിയൻ തകർന്നു അധികം താമസിയാതെ വളരെ 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 അരാജകത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എയർപോർട്ടിനകത്ത് അന്ന് ബ്ലൂ ഫിലിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ് വിശ്വസിക്കും. ഞാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ സന്തോഷം. അപ്പോൾ ഇന്നും നാളെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ കമ്മിറ്റി കഴിഞ്ഞാൽ ഇന്ന് കമ്മിറ്റി അപ്പോൾ കാണാം. രാജീവ് ഇവിടെ ഉണ്ട്. രാജീവിനെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഓണായിട്ട് രാജീവിനും കൂടി ഒരു ആശംസകൾ അറിയിക്കാന്ന് വെച്ചു. ഇവിടെ പഴയ കൂട്ടുകെട്ടൊന്ന് സജീവമാക്കും. അതെ. അപ്പോൾ വൈഫ് ഇങ്ങോട്ട് വരുമോ? പോകാൻ റെഡിയാകുമായിരിക്കും. ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഈ നിങ്ങളുടെ ശുചിത്വ മിഷൻ പാലക്കാട് പോയിട്ട് അത് പറഞ്ഞത് നന്നായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സംഭവമാണെങ്കിലും അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ. അത് മീഡിയകൾ അത് ആ നിലയ്ക്ക് പോസിറ്റീവായിട്ട് അത് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒരു ഈ യൂറോപ്പിലൊന്നും വേണ്ട, നമ്മൾ സിക്കിമിൽ പോയപ്പോൾ സിക്കിമിൽ പോയൊരു കഥ ഞാൻ പറയട്ടെ. കേരളത്തിൽ നിന്നുള്ള ഒരു നിയമസഭാ കമ്മിറ്റി പോയി. ഇപ്പോൾ 2 MLA-മാർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ നഗരം കാണാൻ ഇറങ്ങി. ഗാങ്ടോക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ 2 പേരും കൂടി കടല വാങ്ങി. ഒരാൾ ഭരണപക്ഷം, ഒരാൾ പ്രതിപക്ഷമാണ്. കടല വാങ്ങിയിട്ട് കടല 2 പേരും ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന പോലെ നിന്ന് കുറച്ചൊക്കെ തിന്ന് ഇതിൻ്റെ തൊണ്ടൊക്കെ താഴത്തേക്ക് ഇട്ടു. ഈ മോശം മണി ഉണ്ടാവില്ല, അതൊക്കെ താഴെ ഇട്ടു. അവസാനം ഈ പേപ്പറും ചുറ്റി അവിടെ തന്നെ ഇട്ടിട്ട് പോകാൻ തുടങ്ങി. ഒരാൾ വന്നിട്ട് തടഞ്ഞു. എന്താണ് ഈ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ബിൻ കണ്ടില്ലേ, ഇത് മുഴുവൻ പെറുക്കിയിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടണമെന്ന് പറഞ്ഞു. 2 MLA-മാരും കൂടി കുത്തിയിരുന്ന് ഇത് മുഴുവൻ പെറുക്കി എന്നിട്ട് ഈ ബിന്ന് കൊണ്ടുപോയിട്ടിട്ടു. അപ്പോൾ ഈ ആള് ഒരു താങ്ക്സ് പറഞ്ഞു. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞത് ഒരു MLA തന്നെയാണ്. പേര് പറയണ്ട, ഒരു പറ്റി എന്ന് ഭരണപക്ഷ MLA എന്നോട് ഒന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ മറ്റേ ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വിവരമൊക്കെ അറിഞ്ഞു, നിങ്ങൾക്ക് പറ്റിയതെന്ന് അറിഞ്ഞു. അപ്പം പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി എന്താണെന്നറിയോ? ഞാൻ പറയാം. കഴിഞ്ഞ 5 മാസം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആ മാറ്റം മുഴുവൻ ജനങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം കൊണ്ടല്ല, നടപടികൾ കൊണ്ട് മനോഭാവം മാത്രമേ ഉള്ളൂ. 5 മാസം കൊണ്ട് കേരളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ 9,55,00,000. ഏറ്റവും കൂടുതൽ ചുമത്തിയത് എവിടെയെന്നറിയോ? തൃശ്ശൂർ ജില്ലയിലാണ്. അല്ല, അവിടെ ആയിരിക്കും കൂടുതൽ കണ്ടെത്തിയത്. അതാണ് 9,55,00,000. അപ്പം ഇത് നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ മനോഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ നമ്മൾ നടപടി വേണം, പറയുകയും വേണം. ചിലരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പരസ്യമായി പറയണമായിരുന്നു. രഹസ്യമില്ല, പരസ്യമായി തന്നെ പറയേണ്ട കാര്യമാണ്. ഇത് സമൂഹം അറിയേണ്ട കാര്യം. അപ്പോൾ എന്തായാലും താങ്കളുടെ ഉദ്യമം ഗംഭീരമായിട്ട് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും അമൃത TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പഴയ സഹപ്രവർത്തകരും സഹാക്കളും തമ്മിൽ
ഒരുമിച്ച് ചേരാൻ അമൃത ഒരു വേദി ഒരുക്കിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി മന്ത്രി ഒരു ഓണാശംസ നൽകും. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സുനിലിനും കുടുംബത്തിനും ഓണാശംസകൾ. സുനിലിൻ്റെ ആശംസ നിനിതയെ അറിയിക്കാം. അറിയിച്ചാൽ മതി. ശരി. സന്തോഷം.